നെക്സ്റ്റ് ടോപ്പിക്കാണ് 3 ഡയമെൻഷണൽ ക്ലിപ്പിംഗ് അൽഗോരിതം. അതായത് നമ്മൾ 2D ക്ലിപ്പിംഗ് അൽഗോരിതംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു നമ്മുടെ റിയൽ വേൾഡിൽ കാണുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് സ്ക്രീനിൽ റെപ്രസെൻ്റ് ചെയ്യണ്ട, ഓൺലി നമുക്ക് കാണാൻ പറ്റിയ പോർഷൻസ് മാത്രം. അതായത് ഇപ്പോൾ ക്യാമറയിലാണ് എടുക്കുന്നതെങ്കിൽ ആ ക്യാമറൻ്റെ ലെൻസിനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ളത് സീനിൽ കണ്ടാൽ മതി. സോ ബാക്കിയൊക്കെ എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 ഡയമെൻഷണൽ ക്ലിപ്പിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. സോ 3 ഡയമെൻഷണൽ ക്ലിപ്പിംഗ് 2 ഡയമെൻഷണൽ ക്ലിപ്പിംഗ് പോലെ തന്നെയാണ്. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പം സ്പേസിലാണ് വരിക, 2 ഡയമെൻഷൻ എന്ന് പറയുമ്പം പ്ലെയിനിൽ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊരു വ്യൂ വോളിയം കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്താണോ നമുക്ക് കാണേണ്ടത് ആ വ്യൂ വോളിയത്തിനിടക്കുള്ള സംഭവങ്ങൾ മാത്രം നമുക്ക് കണ്ടാൽ മതി. അപ്പം ആ ഒരു ബാക്കിയൊക്കെ കംപ്ലീറ്റ് ക്ലിപ്പ് ചെയ്ത് കളയണം. അപ്പം നമ്മൾ അതിന് മുന്നേ നമ്മളെ വ്യൂ വോളിയം എന്ത് ചെയ്യണം, നോർമലൈസ് ചെയ്യണം. നോർമലൈസേഷൻ ഞാൻ 2D പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ വ്യൂ വോളിയം യൂണിറ്റ് എല്ലാ വ്യൂ വോളിയം ഒരു ക്യൂബിക് ഷേപ്പിലാണ് ഉണ്ടാവുക, ക്യൂബിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാവുക. ആ ക്യൂബിൻ്റെ ഉള്ളിലുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഒരു നിയർ പ്ലെയിൻ ഉണ്ടാവും, ഒരു ഫാർ പ്ലെയിൻ ഉണ്ടാവും. ആ 2 നിയർ പ്ലെയിനിൻ്റെയും ഫാർ പ്ലെയിനിൻ്റെയും ഇടയ്ക്കുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണേണ്ടത്. സോ ഈ നമ്മൾ ഈ വ്യൂ വോളിയത്തിന് എന്ത് ചെയ്യുക, ഫസ്റ്റ് നോർമലൈസ്ഡ് വ്യൂ വോളിയം ആക്കുക. നോർമലൈസ്ഡ് വ്യൂ വോളിയം മീൻസ് എല്ലാ എഡ്ജസും അല്ലെങ്കിൽ എല്ലാ പ്ലെയിനും -1ഉം +1ൻ്റെയും ഇടയ്ക്ക് എല്ലാ പോയിൻറ്റ്സും കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ആ വ്യൂ വോളിയത്തിനുള്ളിലുള്ളത് മാത്രം നമ്മൾ റിട്ടേൺ ചെയ്യുക, ബാക്കിയൊക്കെ ക്ലിപ്പ് ചെയ്ത് കളയുക. അതാണ് പറയുന്നത്. വ്യൂ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ, അതായത് ഇപ്പം നമ്മൾ ഒരു സിമെട്രിക് ക്യൂബാണെന്ന് പറഞ്ഞു. അതായത് അതിൻ്റെ ഇപ്പം സപ്പോസ് ഇങ്ങനെ ഒരു ക്യൂബ് ഉണ്ടെങ്കിൽ, ഇതാണ് ഒരു ക്യൂബ്, നമ്മൾ വ്യൂ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്ത ക്യൂബാണ്. സോ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇത് കോർഡിനേറ്റ്സ് വരുന്നത് എക്സ് ആണെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പൊസിഷൻ XW മിനിമം വരും. XW മിനിമം എക്സ് അതെന്ത് വരും, -1 വരും. XW എക്സിൻ്റെ മാക്സിമം വാല്യൂ 1. അതായത് എക്സ് എല്ലാ എക്സിൻ്റെയും വാല്യൂ -1ൻ്റെയും +1ൻ്റെയും ഇടയ്ക്കാണ് ഉണ്ടാവുക. അതേപോലെ വൈൻ്റെ വാല്യൂ മിനിമം വാല്യൂ -1, മാക്സിമം വാല്യൂ +1. അതായത് -1ൻ്റെയും +1ൻ്റെയും ഇടയ്ക്കാണ് വാല്യൂസ് കംപ്ലീറ്റ് ഉണ്ടാവുക. അതേപോലെ സെഡിൻ്റെ വാല്യൂ -1 to +1. സെഡ് മിനിമം വാല്യൂ -1, മാക്സിമം വാല്യൂ +1. സെഡ് മീൻസ് നമ്മൾ നിയർ പ്ലെയിൻ ആണ് ZW മിനിമം വരിക. അതായത് അവിടെയാണ് നമ്മുടെ അത് പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. നിയർ പ്ലെയിനിലാണ് ZW മിനിമം, അത് -1 കിടക്കണം. ഫാർ പ്ലെയിനാണ് ZW മാക്സ്, അതെന്ത് ചെയ്യണം, +1 കിടക്കണം. ഇനി നമ്മൾ ഈ XY ക്ലിപ്പിംഗ് ഇതിനിടയ്ക്കുള്ള സംഭവങ്ങൾ മാത്രം റീറ്റൈൻ ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് പറയുന്നത് 3 ഡയമെൻഷണൽ റീജിയൻ കോഡ്സ് ആണ്. റീജിയൻ കോഡ്സ് മീൻസ് നമ്മൾ 2 ഡയമെൻഷണൽ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 4 റീജിയൻസ് ആക്കി. അതായത് ഇപ്പം ഇങ്ങനെയുള്ള ഇതാണ് നമ്മുടെ വിൻഡോ, ഇതിലുള്ള ഇമേജസാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിന് ഔട്ട്സൈഡുള്ള കംപ്ലീറ്റ് നമ്മൾ റീജിയൻ കോഡാക്കിയിട്ട് സെറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓരോ റീജിയനും ഓരോ ബിറ്റ് ലെഫ്റ്റ് ചെയ്യുന്നത്. ഇതിപ്പം ഈ ഒരു വിൻഡോൻ്റെ റൈറ്റ് സൈഡിലാണ് ഇതുള്ളത്. അപ്പോൾ റൈറ്റ് മോസ്റ്റ് പൊസിഷൻ 1 ആയി സെറ്റ് വെക്കുക ഇവിടെ ഉള്ളൊരു പോയിൻറ്റിന്. പിന്നെ അങ്ങനെ റീജിയൻ കോഡ്സ് സെറ്റ് ചെയ്യുന്നത് ഞാൻ മറ്റേ 2 ഡയമെൻഷണൽ ക്ലിപ്പിങ്ങിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണെങ്കിൽ ലെഫ്റ്റ് ടോപ്പ് കോർണറാണ്. അപ്പോൾ ലെഫ്റ്റ് എന്നുള്ള ബിറ്റും 1 ആയി സെറ്റ് ചെയ്ത് വെക്കുക, ടോപ്പ് എന്നുള്ള ബിറ്റും 1 ആയി സെറ്റ് ചെയ്ത് വെക്കുക. ബാക്കി റൈറ്റ് ബോട്ടം എന്നുള്ള ബിറ്റ് ബാക്കി രണ്ടും 0 ആയി സെറ്റ് ചെയ്ത് വെക്കുക. ഇതേപോലെ തന്നെ 3Dയിലും നമ്മൾ എന്ത് ചെയ്യണം, റീജിയൻ കോഡ്സ് സെറ്റ് ചെയ്ത് വെക്കണം. 3Dയിൽ എന്തൊക്കെ വരും, ലെഫ്റ്റ്, അതായത് ലെഫ്റ്റ് ബിറ്റ് എന്താണ് എന്നുള്ളത്, പിന്നെ റൈറ്റ് ബിറ്റ്, പിന്നെ ബോട്ടം ബിറ്റ്, ടോപ്പ് ബിറ്റ്, നിയർ ബിറ്റ്, ഫാർ ബിറ്റ്. അതായത് ഇത് ഓരോ പൊസിഷനാണ്. ഇത് ലെഫ്റ്റ് 1 ആയി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് എവിടെയാണ്, ലെഫ്റ്റ് സൈഡാണ് എന്നുള്ള മീനിങ് ആണ്. സോ അത് നമുക്ക് ഈ ഇമേജ് കണ്ടാൽ കൂടുതൽ മനസ്സിലാവും. ഇത് ഇത് നിയർ പ്ലെയിന് ഇവിടെ കാണുന്നത്, ഇത് ബാക്കിലുള്ളത് ഫാർ പ്ലെയിന്, ഇത് ടോപ്പ്,
ഇത് താഴത്തുള്ളത് നമ്മൾ കാണാൻ പറ്റാത്തത് ബോട്ടം. ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഇവിടെ ക്യൂബിനൊരു ഫേസ് ഉണ്ടാവും, അത് ലെഫ്റ്റ്. ഇത് ഈ ഭാഗത്തുള്ളത് ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ട് റൈറ്റ്. സോ ഇത്രയാണ് ഒരു ക്യൂബിൻ്റെ ഫേസസ് ഉണ്ടാവുക. അപ്പോൾ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ബിറ്റും സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ അതാണ് 3 ഡയമെൻഷണൽ റീജിയൻ കോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ് സെറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ നോർമലൈസ്ഡ് വാല്യൂ ആണ്, അതായത് എക്സിൻ്റെ വൈൻ്റെയും സെഡിൻ്റെ ഒക്കെ വാല്യൂ -1ൻ്റെയും +1ൻ്റെയും ഇടക്കാണ്. അത് ഞാൻ പറഞ്ഞു. ഇവിടെ റീജിയൻ കോഡ് സെറ്റ് ചെയ്തത് പറയുന്നുണ്ട്. റീജിയൻ കോഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് നിയർ പ്ലെയിൻ്റെ മുന്നിലുള്ള റീജിയൻ കോഡ്സ്. അതായത് നിയർ പ്ലെയിൻ ആകുമ്പം സെക്കൻഡ് ബിറ്റ് എന്തായിരിക്കും 1 ആയിരിക്കും സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സെക്കൻഡ് ബിറ്റ് 1. ഇതാ ഇവിടെ എല്ലാത്തിലും സെക്കൻഡ് ബിറ്റ് 1 ആണ് സെറ്റ് ചെയ്ത്, മീൻസ് നിയർ പ്ലെയിൻ ആണ്. നിയർ പ്ലെയിൻ്റെ ഇനി ഈ ഫസ്റ്റ് നമുക്ക് ഇതെടുക്കുക. ഇതിൽ ഫസ്റ്റ് ബിറ്റ് 0 ആണ്. ഫസ്റ്റ് ബിറ്റ് 0 മീൻസ് അതായത് ഫാർ പ്ലെയിൻ എല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ബിറ്റ് 0. ഇനി ഈ ഒരു ഇതെടുക്കുക. അപ്പോൾ നിയർ പ്ലെയിൻ്റെ ഫ്രണ്ടിലായതുകൊണ്ട് തന്നെ അത് നിയർ പ്ലെയിൻ എന്ന് പറയുന്നത് 0, അതായത് റീജിയൻ കോഡ്സ് ഇൻ ഫ്രണ്ട് ഓഫ് നിയർ പ്ലെയിൻ്റെ ആ ബിറ്റ് 1. പിന്നെ നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ബിറ്റാണ്. ടോപ്പ് ബിറ്റ് എന്ന് വെച്ചാൽ മീൻസ് നമ്മൾ നിയർ പ്ലെയിൻ്റെ ടോപ്പിലുള്ളത്, അതായത് ഏകദേശം ഇവിടെയായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു പോയിൻ്റ് ആണെങ്കിൽ ടോപ്പ് എന്താണ് 1 ആണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ബോട്ടം. ടോപ്പ് 1 ആകുന്നതുകൊണ്ട് തന്നെ ബോട്ടം 0 ആയിരിക്കും. പിന്നെ റൈറ്റും ലെഫ്റ്റും ആണ്. അപ്പോൾ റൈറ്റും ലെഫ്റ്റും നമ്മളെ പോയിൻ്റ് ലെഫ്റ്റിലാണുള്ളത്. ലെഫ്റ്റിലാണെങ്കിൽ നിയർ പ്ലെയിൻ്റെ ലെഫ്റ്റിൽ മീൻസ് ഏകദേശം ഇവിടെ ടോപ്പിൽ ലെഫ്റ്റ് ഇവിടെ വരും. ലെഫ്റ്റ് സൈഡ് ഇതാണ് നമ്മുടെ നിയർ പ്ലെയിന്. ടോപ്പ് നിയർ പ്ലെയിൻ്റെ മുകളിൽ ലെഫ്റ്റ് എന്ന് പറയുമ്പം അത് നിയർ പ്ലെയിൻ്റെ ലെഫ്റ്റ് സൈഡ്, ഈ സൈഡൊക്കെ ഇവിടെ ഉള്ളൊരു പോയിൻ്റ് വരും. അപ്പോൾ അങ്ങനെയാണ് വരിക. സോ അപ്പോൾ റൈറ്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ ഓരോ ബിറ്റും ഇങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ 0 1 1 0 0 ആണെങ്കിലും നിങ്ങൾ ഓരോന്നും നോക്കിയാൽ മതി. ഞാൻ ഈ ഒരു എക്സാമ്പിളും കൂടി പറയാം. ഇത് ഫാർ പ്ലെയിൻ അല്ല, നിയർ പ്ലെയിൻ 1 ആണ്. അതുകൊണ്ട് തന്നെ നിയർ പ്ലെയിനിൻ്റെ ഫ്രണ്ടിൽ, അതായത് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള പോയിൻറ്റ്സ് ആണ്. ഇത് 0 ആയി സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ അതെന്താ 0 ആ പൊസിഷൻ ടോപ്പല്ല. സോ ടോപ്പല്ല. പിന്നെ ബോട്ടം ബിറ്റ് നോക്കുക. ബോട്ടം ബിറ്റ് 1 ആണ്. സോ നിയർ പ്ലെയിൻ്റെ താഴെ ഇവിടെ വരും. പിന്നെ ബോട്ടം ബിറ്റ് 1. പിന്നെ റൈറ്റ് ബിറ്റ് 1 ആയതുകൊണ്ട് തന്നെ നിയർ പ്ലെയിൻ്റെ ഫ്രണ്ടിൽ ബോട്ടം ബോട്ടത്തിൽ റൈറ്റ് ഈ സൈഡ് വരും. ബോട്ടം റൈറ്റ് ഈ സൈഡുള്ള പോയിൻ്റ് വരും. അങ്ങനെ ഓരോന്നും ഇതേപോലെ തന്നെ ബിറ്റ്വീൻ നിയർ ആൻഡ് ഫാർ പ്ലെയിൻ, അതായത് നിയർ പ്ലെയിൻ്റെയും ഫാർ പ്ലെയിൻ്റെയും ഉള്ളിലുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ബിറ്റ്വീൻ നിയർ ആൻഡ് ഫാർ പ്ലെയിൻ, അതായത് ഇതിനിടയ്ക്ക് വരുന്ന പോയിൻറ്റ്സ് എന്തായിരിക്കും, അത് നിയറും ഫാറും എന്തായിരിക്കും ഫ്രണ്ടിലല്ല. സോ അത് രണ്ടും 0 ആയിരിക്കും. പിന്നെ ഇവിടെ ടോപ്പിലാണ് വരുന്നതെങ്കിൽ, അതായത് ഇതിൻ്റെ ഉള്ളിൽ മുകളിലാണ് വരുന്നതെങ്കിൽ ടോപ്പ് 1. പിന്നെ ഇവിടെ ലെഫ്റ്റാണ്. സോ മുകളിൽ ലെഫ്റ്റ്, അതായത് ഇവിടെ ഇങ്ങോട്ടേക്കായിട്ട് വരും. സോ അത് 1. അങ്ങനെ ഓരോ റീജിയൻ കോഡ്സും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ബിഹൈൻഡ് ദ ഫാർ പ്ലെയിൻ, അതായത് ഈ ഫാർ പ്ലെയിൻ്റെ ബാക്കിലുള്ള പോയിൻറ്റ്സ്, അതും ഓരോ റീജിയൻ കോഡ്സും സെറ്റ് ചെയ്യാം. നമുക്ക് ഈ റീജിയൻ കോഡ്സ് വെച്ചിട്ട് അങ്ങനെ ഒരു ലൈന് ക്ലിപ്പ് ചെയ്ത് കളയാം എന്നുള്ളത് നോക്കാം. പോയിൻ്റ് ക്ലിപ്പിങ്ങും ലൈൻ ക്ലിപ്പിങ്ങും അങ്ങനെ ഇതൊക്കെ ഞാൻ മറ്റേ 2 ഡയമെൻഷനിൽ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതായിരുന്നു. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് 3 ഡയമെൻഷനിലും. വേറെ ഡിഫറൻസ് ഒന്നുമില്ല. അത് സ്പേസിൽ വരുന്ന, അത് പ്ലെയിനിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ നമ്മുടെ സീനിലുള്ള ഓരോ പൊസിഷനും ഓരോ പോയിൻറ്റിനും ഒരു റീജിയൻ കോഡ് സെറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു പോയിൻ്റ് നമ്മളെ വ്യൂ വോളിയത്തിൻ്റെ ഔട്ട് സൈഡാണോ ഇൻസൈഡാണോ എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും ഈ റീജിയൻ കോഡിലൂടെ. അതായത് ഇപ്പോൾ നമ്മളെ റീജിയൻ കോഡ് 10100 ആണെങ്കിൽ ഇത് എന്താ പറയുന്നത്, അതായത് 1 ഫാർ പ്ലെയിൻ്റെ പിറകിലാണ് ബാക്കിലാണ് 1. ഈ ഫാർ പ്ലെയിൻ്റെ ബാക്കിൽ ഈ 1 സെറ്റ് ചെയ്യും. അപ്പം ഈ 0 നിയർ പ്ലെയിൻ്റെ ഫ്രണ്ടിൽ വരുമാണ്. അത് വേണ്ട. ഇത് ടോപ്പാണോ ബോട്ടമാണോ എന്നുള്ളതാണ്. അതായത് ഇത് 3rd ടോപ്പ്, അതായത് ടോപ്പിൽ ഫാർ പ്ലെയിൻ്റെ ബാക്കിൽ ടോപ്പിലായിട്ട് വരുന്നതാണ്
വ്യൂ വോളിയം, അതായത് വ്യൂ വോളിയത്തിൻ്റെ ബാക്കിൽ വരുന്നതാണ്. സോ ആ ഒരു പോയിൻ്റ് നമുക്ക് വേണ്ട, അത് കട്ട് ചെയ്ത് കളയുക. 0 കംപ്ലീറ്റ് 0 ആണെങ്കിൽ ഇൻഡിക്കേറ്റ്സ് എ പോയിൻ്റ് വിത്തിൻ ദ വ്യൂ വോളിയം. അതായത് കംപ്ലീറ്റ് 0 ആണെങ്കിൽ ഈ വ്യൂ വോളിയത്തിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു പോയിൻ്റാണ് കംപ്ലീറ്റ് 0 വരുന്നത്. സോ അങ്ങനെയുള്ളൊരു പോയിൻറ്റ്സ് മാത്രമേ നമുക്ക് വേണ്ടൂ. കംപ്ലീറ്റ് 0 വരുന്ന പോയിൻറ്റ്സ് മാത്രമേ ഈ വ്യൂ വോളിയം, അല്ലെങ്കിൽ ഈ സൈഡിലോ ഈ ഫ്രണ്ടിലോ ബാക്കിലോ ടോപ്പിലോ ബോട്ടമിലോ ഉള്ളൊന്നും നമുക്ക് വേണ്ട. സോ ആ കേസാണ് ഈ ഇത് കംപ്ലീറ്റ് പറഞ്ഞത്. അതായത് കംപ്ലീറ്റ് 0 ഉള്ളൊന്നും ഇവിടെ വരുന്നില്ല. സോ ഇത് കംപ്ലീറ്റ് ക്ലിപ്പ് ചെയ്ത് കളയേണ്ടതാണ്. സോ നെക്സ്റ്റ് പോയിൻ്റ് ക്ലിപ്പിംഗ്, അതായത് കംപ്ലീറ്റ് 0 വരാത്ത എല്ലാ പോയിൻറ്റ്സും ക്ലിപ്പ് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് 3 ഡയമെൻഷണൽ ലൈൻ ക്ലിപ്പിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അത് 2D പോലെ തന്നെയാണ് ലൈൻ ക്ലിപ്പിംഗ്. അതായത് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക. 2 എൻഡ് പോയിൻറ്റ്സും റീജിയൻ കോഡ് എന്താണെന്നുള്ള ടെസ്റ്റ് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ള കാര്യം നോക്കുക. അതായത് ഇഫ് ദ റീജിയൻ കോഡ് ഓഫ് ബോത്ത് ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് എ ലൈൻ ഈ 0 അതായത് 2 എൻഡ് പോയിൻറ്റ്സിൻ്റെയും 6 ബിറ്റും 0 ആണെങ്കിൽ എന്താണ്, ആ ലൈന് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദ വ്യൂ വോളിയാണ്. ആ ലൈൻ എന്ത് വേണം, നമുക്ക് ആക്സെപ്റ്റ് ചെയ്യണം. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു 2 ലൈൻ എടുത്ത് ആ 2 പോയിൻ്റ് എടുത്ത് പോയിൻ്റ് റീജിയൻ കോഡ്സ് തമ്മിൽ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ 0 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത് കംപ്ലീറ്റ്ലി ഇൻസൈഡാണ്. ആ ലൈനെ ആക്സെപ്റ്റ് ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ നമുക്കിപ്പം വേറെ രീതി പറയുകയാണെങ്കിൽ നമ്മൾ 2 എൻഡ് പോയിൻറ്റ്സ് എടുത്തു, അതിൻ്റെ ഓപ്പറേഷൻ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വാല്യൂ 0 അല്ല, കോഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക വാല്യൂ ദാറ്റ് ഈസ് നോട്ട് 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, ആ ലൈന് ആ 2 എൻഡ് പോയിൻറ്റ്സും കംപ്ലീറ്റ്ലി ഔട്ട്സൈഡാണ്. സോ അത് റിജക്റ്റ് ചെയ്യുക. അതായത് ലോജിക്കൽ ഓപ്പറേഷൻ ഓൺ ദ 2 റീജിയൻസ് പ്രൊഡ്യൂസസ് എ വാല്യൂ ആണെങ്കിൽ, ലോജിക്കൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ 2 റീജിയൻ കോഡ് ഓപ്പറേഷൻ നടത്തിയാൽ കംപ്ലീറ്റ് 0 കിട്ടുന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. ഇനി ലോജിക്കൽ ഓപ്പറേഷൻ നടത്തി 2 റീജിയൻ കോഡിൽ എന്നിട്ട് അതിൻ്റെ റിസൾട്ട് 1 ആണ് അതർ ദാൻ 0 ആണ്, 0 അല്ലാത്തൊരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതെന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി ഔട്ട്സൈഡാണ് ആ 2 എൻഡ് പോയിൻറ്റ്സും. സോ അത് റിജക്റ്റ് ചെയ്യുക. ഇവിടെ കാണിച്ചിട്ടുണ്ട് P3യും P2. ഇതിൻ്റെ താഴത്ത് ബോട്ടം പ്ലെയിനിൻ്റെയും താഴത്തൂടെ പോകുന്നത്, അത് രണ്ടും ഔട്ട്സൈഡാണ്. സോ കംപ്ലീറ്റ്ലി ആ ലൈൻ ഔട്ട്സൈഡാണ്. സോ അത് ക്ലിപ്പ് ചെയ്യുക. ഇത് ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്, കംപ്ലീറ്റ്ലി 0 അല്ല കിട്ടുക. ഇവിടെ റീജിയൻ കോഡ് എടുത്ത് ഫസ്റ്റ് 1 ആൻഡ് 0 വരും. പിന്നെ നെക്സ്റ്റ് 0 ആൻഡ് 1 0 വരും. പിന്നെ തേർഡ് ബിറ്റ് 1ഉം ഇവിടെ 1 ആൻഡ് 1 ആൻസർ 1. സോ ബാക്കിയൊക്കെ 0 ആൻഡ് 0 1 ആൻഡ് 0 ബാക്കിയൊക്കെ 0 വരും. അപ്പോൾ ഇത് ഓപ്പറേഷൻ നടത്തുമ്പോൾ ഇതിൻ്റെ ആൻസർ ഒരു 1 വന്നു. സോ ആൻസർ 0 അല്ല. സോ കംപ്ലീറ്റ്ലി റിജക്റ്റ് ദ ലൈൻ. ഇനി നമ്മൾ ഒരു ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ് ദ ക്ലിപ്പിംഗ് വിൻഡോ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു കേസ് P2 P1, അതായത് ഇതിൻ്റെ അകത്തോട്ട് ഈ വ്യൂ വോളിയത്തിൽ തൊട്ട് ഇത്രയും പാർട്ട് വ്യൂ വോളിയത്തിൻ്റെ അകത്താണ്. ഇവിടുന്ന് ഇവിടം വരെയാണ് വ്യൂ വോളിയത്തിൻ്റെ പുറത്തുള്ളത്. സോ ഇവിടെ രണ്ടും ഇതും കട്ട് ചെയ്യുക, ഇത്രയും പോർഷൻ കട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ റീജിയൻ കോഡ് എവിടെയാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്, ഏത് പ്ലെയിനുമായിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അതായത് ഈ ഒരു ലൈന് ഏത് പ്ലെയിനുമായിട്ടാണ് ഇവിടെ ഇൻ്റർസെക്റ്റ്, ഈ പ്ലെയിനാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഈ പ്ലെയിന് മീൻസ് ഇവിടെ ഇതിൻ്റെ റീജിയൻ കോഡ് നോക്കിയേ, റൈറ്റ് 1 ആണ്. സോ റൈറ്റ് പ്ലെയിനുമായിട്ടാണ് ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഇത് ഏത് പ്ലെയിനുമായിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക. അതിൽ ടോപ്പ് 1 ആണ്. അപ്പോൾ ഇത് ടോപ്പ് 1. സോ
ടോപ്പ് ലൈനുമായിട്ടാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. സോ ഇവിടം വരെയുള്ള ആ ഇതും കട്ട് ചെയ്യുക. അതിനു വേണ്ടി നമ്മൾ ഈ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കണ്ടുപിടിക്കുക. ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് പാരാമെട്രിക് ഇക്വേഷനാണ്. പാരാമെട്രിക് ഇക്വേഷൻ മീൻസ് 2 എൻഡ് പോയിൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് കണ്ടുപിടിക്കുക. പി എന്ന് പറയുന്ന ഇൻ്റർസെക്ഷൻ പോയിൻ്റ്, അതായത് ഫോർ എ ലൈൻ സെഗ്മെൻറ്റ് വിത്ത് എൻഡ് പോയിൻറ്റ്സ് P1 P2 എന്ന് പറഞ്ഞ് 2 എൻഡ് പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലൈനിലുള്ള ഏതൊരു പോയിൻറ്റും കണ്ടുപിടിക്കാൻ P = P1 + P2 - P1 × U. വാല്യൂ ഓഫ് U 0 മുതൽ 1 വരെയാണ്. ഇനി U 0 ആകുമ്പം ഇതെന്ത് ചെയ്യും? P = P1, അതായത് നമുക്ക് ഈ പോയിൻ്റ് തന്നെ കിട്ടും. ഇനി U 1 ആകുമ്പം നമുക്ക് എന്ത് കിട്ടും? P2 കിട്ടും. എന്ത്? P = P2, അതായത് ഈ പോയിൻ്റ് കിട്ടും. ഇനി വാല്യൂ U ബിറ്റ്വീൻ 0 ആൻഡ് 1 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇതിനിടയ്ക്കുള്ള എല്ലാ പോയിൻറ്റ്സും ഓരോ പോയിൻറ്റ്സായി കിട്ടും. അങ്ങനെ എവിടെയാണ് ഈ പ്ലെയിന് വരുന്നത്, ആ പ്ലെയിനും ഈ ഒരു പാരാമെട്രിക് ഇക്വേഷനും തമ്മിൽ എന്ത് ചെയ്യുക? കമ്പയർ ചെയ്ത് എന്ത് ചെയ്യുക? നിങ്ങൾ എവിടെയാണ് ഈ പോയിൻറ്റുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പോർഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയുക. അതിന് 3 ഡയമെൻഷണൽ പോളിഗൺ ക്ലിപ്പിംഗ് ആണ്. അതായത് പോളിഗൺ ക്ലിപ്പിംഗ് മീൻസ് നമുക്ക് ഒരു ഗ്രാഫിക്സ് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന കുറേ പോളിഗൺസ് കൂടി ചേർന്നിട്ടാണ്. ഇപ്പോൾ ഇതൊരു ക്യൂബാണെങ്കിൽ 6 പ്ലെയിൻസ് ഉണ്ടാവും അല്ലേ? 6 പ്ലെയിൻസ്, ടോപ്പ്, ബോട്ടം, സൈഡ്, അങ്ങനെ. അതേപോലെ ഒരു സിലിണ്ടർ ആണെങ്കിൽ ഒരു കർവ്ഡ് സർഫസ് ഉണ്ടാവും, ടോപ്പിലും ബോട്ടത്തിലും ഒരു സർക്കിൾ ഉണ്ടാവും. അങ്ങനെ 3 ഫേസസ് കൂടിയിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ക്ലിപ്പിംഗ് അൽഗോരിതം ഓരോ പ്ലെയിനിലായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾ ഇത് നോക്കി, ഇങ്ങനെ ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇത് നമ്മുടെ ക്ലിപ്പിംഗ് വിൻഡോൻ്റെ ഔട്ട് സൈഡാണ്. അതേപോലെ തന്നെ ഈ ഡാർക്കൻ ചെയ്ത പോർഷൻ അതും ക്ലിപ്പിംഗ് വിൻഡോൻ്റെ ഔട്ട് സൈഡാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യുക? ഓരോ പോളിഗണിലും, അതായത് ഇതിൻ്റെ ഓരോ പോർഷൻ കണ്ടോ, ഇത് ഈ ഒരു പോർഷനും ഈ ഒരു ക്ലിപ്പിംഗ് അൽഗോരിതം അപ്ലൈ ചെയ്യുക. ഈ ഒരു പോർഷനിൽ ക്ലിപ്പിംഗ് അൽഗോരിതം, അതായത് ഓരോ സർഫസിൽ, ഈ ഒരു കംപ്ലീറ്റ് സർഫസിൽ ഒരു ക്ലിപ്പിംഗ് ഇട്ട് ഏതാണ് ഔട്ട് സൈഡ് ഏതാണ് ഇൻസൈഡ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുക. അതിനെ ബേസ് ചെയ്ത് അത് കട്ട് ചെയ്ത് കളയുക.